സെപ്റ്റംബർ 18, 2001 ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ദുരന്തത്തിന് ശേഷം കൃത്യം 7 ദിവസത്തിന് ശേഷം ന്യൂയോർക്ക് പോസ്റ്റിൽ കത്തുകൾ കുമിഞ്ഞു കൂടുകയായിരുന്നു. അവ അടുക്കി വയ്ക്കുന്ന തപാൽ ജോലിക്കാരൻ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു കവർ പൊട്ടി അതിൽ നിന്നും വെളുത്ത പൊടി പടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായത് ഒരുപാട് അത്തരത്തിലുള്ള കവറുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്ന് തുറന്നു നോക്കുവാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെ അയാൾ ഒരു കത്ത് തുറന്നു നോക്കി. അതിൽ അയാൾ കണ്ടത് കുറെ വെളുത്ത പൊടിയും ഒരു താക്കീതുമായിരുന്നു. ആ താക്കീത് ഇങ്ങനെയായിരുന്നു: 9/11/2001 ദിസ് ഈസ് നെക്സ്റ്റ്. ടേക്ക് എ പെൻസിലിൻ. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ. അല്ലാഹ് ഈസ് ഗ്രേറ്റ്. ഇങ്ങനെ ഒരു കത്തിനു പിന്നിൽ തീവ്രവാദികളാണ് എന്ന് അവർ ഉറപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് കത്തുകൾ അമേരിക്കയിലെ പല പ്രമുഖ സ്ഥാപനങ്ങളിലും എത്തിയിരുന്നു. എന്നാൽ കത്തുകൾ തുറന്ന ആളുകൾക്ക് അസ്വാസ്ഥ്യം അനുഭവപ്പെടാൻ തുടങ്ങി. അവരുടെ ശരീരത്തിൽ നിന്നും മെല്ലെ കുമിളകൾ വരാൻ തുടങ്ങി. അത്തരത്തിലുള്ള കുമിളകൾ പൊട്ടി ചലമൊലിച്ച് അവിടെയെല്ലാം വ്രണങ്ങൾ വരാൻ തുടങ്ങി. അന്വേഷണത്തിന് ശേഷം മനസ്സിലായത് കത്തിലടങ്ങിയിരുന്ന വെളുത്തുപൊടിയിൽ കണ്ടെത്തിയത് ബസിലസ് ആന്ത്രാസിസ് എന്ന ബാക്ടീരിയയുടെ ബീജകോശങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നതാണ്. അവരാ രോഗത്തെ വിളിച്ചു ആന്ത്രാക്സ്. മനുഷ്യരാശിയെ ഒരിക്കൽ വിട്ടുപോയ പ്രാചീനമായ മാരക രോഗാണുക്കൾ തിരിച്ചു വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേറിപ്പോരും ചങ്ങായിമാരെ ബേഗ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സെപ്റ്റംബറിൽ ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ വേൾഡ് ട്രേഡ് സെന്റർ ദുരന്തത്തിന് ശേഷം തീവ്രവാദികൾ നടത്തിയ ജൈവായുധമായിരുന്നു ആന്ത്രാക്സ് എന്ന രോഗമെന്ന് ലോകം മുഴുവൻ വിശ്വസിച്ചു പോന്നിരുന്നു. അതിന്റെ ഫലമായി തന്നെ അമേരിക്കയിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ലോകോത്തര സംഘടനകൾ ആന്ത്രാക്സ് എന്ന രോഗത്തിന്റെ ഉറവിടം അന്വേഷിച്ചുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. വർഷങ്ങൾക്കിപ്പുറവും അതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല എന്നതാണ് സത്യം. അവസരോചിതമായ ഇടപെടൽ കൊണ്ടായിരിക്കാം ഏതാണ്ട് 17ഓളം അസുഖബാധിതരും 5ഓളം മരണങ്ങളും മാത്രമേ അന്ന് അമേരിക്കയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അസുഖത്തെക്കാളേറെ അസുഖത്തെക്കുറിച്ചുള്ള ഭയമായിരുന്നു ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചത്. ആന്ത്രാക്സ് എന്ന ജൈവായുധത്തിന്റെ ഉറവിടം കണ്ടെത്താനായുള്ള അന്വേഷണം അവസാനിച്ചത് 9 വർഷങ്ങൾക്ക് ശേഷം 2010 ഫെബ്രുവരി 19 FBI ആദ്യമായി കുറ്റാരോപിതനായി കണ്ടത് അമേരിക്കൻ ഫിസിഷ്യനായിരുന്ന സ്റ്റീവൻ ഹാറ്റ്ഫിൽഡിനെ ആയിരുന്നു. ഏതാണ്ട് 2002 പകുതി മുതൽ 2008 വരെ ലോകം മുഴുവൻ വിശ്വസിച്ചിരുന്നതും അദ്ദേഹം തന്നെയായിരുന്നു ഈ ജൈവായുധത്തിന് പിന്നിലെ കുറ്റക്കാരൻ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വെറുക്കപ്പെട്ട 6 വർഷങ്ങൾക്ക് ശേഷം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട 6 വർഷങ്ങൾക്ക് ശേഷം 2008 തെളിഞ്ഞത് അദ്ദേഹമായിരുന്നില്ല അതിനു പിന്നിലെ കുറ്റക്കാരൻ എന്നായിരുന്നു. എന്നാൽ ഇത് സംഭവിക്കുന്നത് അമേരിക്കയിലായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട 6 വർഷങ്ങൾക്ക് നഷ്ടപരിഹാരമായി ലഭിച്ചത് ഏതാണ്ട് $6 മില്യൺ ആയിരുന്നു. FBI കണ്ടെത്തിയ മറ്റൊരു പ്രതി അമേരിക്കയിലെ വാക്സിനോളജിസ്റ്റ് ആയിരുന്ന ബ്രൂസ് എഡ്വേർഡ് ഐവൻസ് ആയിരുന്നു. 2008 അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അദ്ദേഹത്തെ പ്രതിയായി പ്രഖ്യാപിക്കുകയായിരുന്നു 2008 ഓഗസ്റ്റിൽ. എന്നാൽ 2008 ജൂലൈയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു.
ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ 5 പേരെ മരണത്തിലേക്ക് നയിച്ച ബയോവെപ്പണ് പിന്നിൽ ഇയാൾ തന്നെ ആയിരിക്കുമെന്നും അയാൾ പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ് എന്നും വിശ്വസിക്കുന്ന ഒരുപാട് പേർ അമേരിക്കയിലുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് ചില വിശ്വാസങ്ങളുണ്ട്. അവർ വിശ്വസിക്കുന്നത് ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു മൈക്രോബയോളജിസ്റ്റിന് മേൽ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ അജ്ഞാതനായൊരു പ്രതി നമുക്കിടയിലുണ്ട് എന്നാണ്. എന്തായാലും ഇതിൻ്റെ സത്യം കാണാമറയത്താണ്. എന്താണ് ആന്ത്രാക്സ്? എന്തിനാണ് ഒരു ബാക്ടീരിയയെ നാം ഇത്രത്തോളം ഭയപ്പെടുന്നത്? ചിലരെങ്കിലും അങ്ങനെ ചിന്തിക്കാം. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2001 ആന്ത്രാക്സ് എന്ന മഹാരോഗത്തിൻ്റെ യഥാർത്ഥ മുഖം നാം കണ്ടിട്ടില്ല എന്നതാണ് സത്യം. ഏതാണ്ട് ബീജരൂപത്തിൽ 100 വർഷത്തോളം ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്ന ഈ ഒരു ബാക്ടീരിയയ്ക്ക് ജീവിക്കാൻ സാധിക്കും എന്നതാണ്. മണ്ണിൽ പതിയിരുന്ന് പുല്ല് കഴിക്കുന്ന മൃഗത്തിലേക്ക് പടരാനും അതുവഴി മനുഷ്യനിലേക്ക് പടരാനും ഇതിന് സാധിക്കും. ആ മൃഗത്തിൻ്റെ പാലോ മാംസമോ കഴിക്കുന്ന മനുഷ്യനിലേക്കാണ് ഈ ഒരു ബാക്ടീരിയ പടരുന്നത്. അത് മനുഷ്യനിലേക്ക് പടർന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ രക്തത്തിൽ അത് പെറ്റുപെരുകുകയും ചെയ്യും. പ്രധാനമായും 3 തരത്തിലാണ് ആന്ത്രാക്സ് എന്ന രോഗം കണ്ടെത്തിയിട്ടുള്ളത്. ക്യൂട്ടേനിയസ് ആന്ത്രാക്സ്, പൾമണറി ആന്ത്രാക്സ്, ഇൻഡസ്റ്റൈനൽ ആന്ത്രാക്സ്. ക്യൂട്ടേനിയസ് ആന്ത്രാക്സ് എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ, മനുഷ്യൻ്റെ തൊലിപ്പുറത്ത് കുമിളകളായി ചലം പൊട്ടിയൊലിച്ച് വ്രണങ്ങളാകുന്നു. പിന്നീട് അവ കറുത്തു തടിച്ച രൂപത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖത്തെ ബ്ലാക്ക് എസ്കാർ എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തതായി പൾമണറി ആന്ത്രാക്സ്. പേരുപോലെ തന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ആന്ത്രാക്സ് രോഗമാണിത്. കമ്പിളി നാരുകളിൽ പറ്റിയിരിക്കുന്ന രോഗാണുക്കളെ ശ്വസിക്കുമ്പോഴും മൃഗങ്ങളുടെ തോൽ കൊണ്ട് ജോലി ചെയ്യുന്നവർക്കും പൾമണറി ആന്ത്രാക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഡസ്ട്രൈനൽ ആന്ത്രാക്സ് കുടലിനെ ബാധിക്കുന്ന രോഗമാണിത്. രോഗബാധിതമായ മാംസമോ ഭക്ഷണമോ കഴിക്കുന്നതിലൂടെ ഇത് പകരുന്നു. രക്തസ്രാവവും കഠിനമായ ന്യൂമോണിയയിലൂടെയും രോഗി മരണപ്പെടാനുള്ള സാധ്യത ആന്ത്രാക്സ് രോഗങ്ങളിൽ കൂടുതലാണ്. ആന്ത്രാക്സ് ബാധിച്ച് മരിച്ച രോഗികളുടെ ശവശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും അനുവാദമില്ല. പെനിസിലിൻ പോലുള്ള ആന്റിബയോട്ടിക്കുകൾ ഇത്തരം രോഗങ്ങളെ ബാധിക്കാറില്ല. ഒരിക്കൽ അസുഖം വന്നുപോയവർക്ക് പിന്നീട് വരാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. ആന്ത്രാക്സിന്റെ തുടക്കം 700 BC-കളിലാണ്. ഈജിപ്തിലും മെസോപ്പൊട്ടോമിയയിലുമായിരുന്നു ആദ്യമായിട്ട് ആന്ത്രാക്സ് കണ്ടെത്തിയിരുന്നത്. അവിടുത്തെ കുതിരകളിലും ഒട്ടകങ്ങളിലുമായിരുന്നു ആന്ത്രാക്സ് കണ്ടെത്തിയത്. അവ കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയുമായിരുന്നു. പിന്നീട് പല വർഷങ്ങളിലും ആന്ത്രാക്സ് തലപൊക്കിയിരുന്നുവെങ്കിലും 1881 ആന്ത്രാക്സിനെതിരെ വാക്സിൻ കണ്ടെത്തുകയായിരുന്നു. അത് മൃഗങ്ങളിലായിരുന്നു പരീക്ഷിച്ചിരുന്നത്. ലൂയിസ് പാസ്റ്റർ എന്ന ഫ്രഞ്ച് കെമിസ്റ്റ് ആയിരുന്നു ആ വാക്സിൻ ആദ്യമായി കണ്ടെത്തിയത്. അദ്ദേഹം അന്ന് ആന്ത്രാക്സ് ബാധിച്ചിരുന്ന ഒരു കൂട്ടം കുതിരകളിൽ 25 കുതിരകൾക്ക് വാക്സിനേഷൻ നൽകുകയും ആ 25 കുതിരകൾ ഒഴികെ ബാക്കിയെല്ലാം ചത്തുവീഴുകയുമായിരുന്നു. എന്നാൽ മനുഷ്യന് വേണ്ടിയുള്ള വാക്സിനേഷൻ കണ്ടെത്തിയത് 1950-ലാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഒരുപാട് രാജ്യങ്ങളുടെ കയ്യിൽ ബയോവെപ്പണുകൾ ഉണ്ടായിരുന്നതായി നാം കേട്ടിട്ടുണ്ട്. അങ്ങനെ ബ്രിട്ടന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബയോവെപ്പണായിരുന്നു ആന്ത്രാക്സ് എന്ന് പറയപ്പെടുന്നു. അതിനായി അവർ പരീക്ഷണം നടത്തിയത് സ്കോട്ട്ലാൻഡിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഗ്രോയിനാഡ് ഐലൻഡിലായിരുന്നു. ഏതാണ്ട് 1 കിലോമീറ്റർ വീതിയും 2 കിലോമീറ്ററോളം നീളവുമുള്ള ഒരു ചെറിയ ഐലൻഡാണ് ഗ്രോയിനാഡ് ഐലൻഡ്. അവിടെയുള്ള ആടുകളിലാണ് അവർ ഇങ്ങനൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചത്. തുറസായ സ്ഥലത്തേക്ക് അഴിച്ചുവിട്ട ആടുകൾക്കിടയിലേക്ക് ആന്ത്രാക്സിന്റെ സ്പോർ ബോംബ് നിക്ഷേപിക്കുന്നു. ഏതാണ്ട് 4 ദിവസത്തിന് ശേഷം ആടുകൾ മുഴുവൻ ചത്തൊടുങ്ങുകയായിരുന്നു. 1942-ലാണ് ഇങ്ങനൊരു പരീക്ഷണം നടന്നത് എങ്കിലും അതിനുശേഷം 48 വർഷത്തോളം ആ പ്രദേശം വാസയോഗ്യമല്ലായിരുന്നു. 48 വർഷത്തെ ക്വാറന്റൈനിന് ശേഷം 280 ടൺ ഫോർമാൽഡിഹൈഡ് കടൽ വെള്ളത്തിൽ കലക്കി ആ ദ്വീപ് മുഴുവൻ തളിച്ച് മണ്ണിന്റെ മുകൾ പ്രതലം മുഴുവൻ നീക്കി ശുദ്ധീകരിച്ചു. വീണ്ടും ആടുകളെ മേയാൻ വിട്ട് പരിശോധിച്ചു. അവരുടെ ആരോഗ്യം പരിശോധിച്ചാണ് ആ സ്ഥലം വാസയോഗ്യമാണോ എന്ന് കണ്ടെത്തിയത്. 1990-ലാണ് പിന്നീട് വാണിംഗ് ബോർഡ് മാറ്റി ഗ്രോയിനാഡ് ഐലൻഡ് വാസയോഗ്യമാണ് എന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചത്. മനുഷ്യരാശിക്ക് മുമ്പേ ഉണ്ടായിരുന്നവരായിരുന്നു സൂക്ഷ്മജീവികൾ. മനുഷ്യരാശിയിൽ പലയിടങ്ങളിലും സൂക്ഷ്മജീവികളുമായുള്ള യുദ്ധങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പ്ലേഗ്, കോളറ, വസൂരി തുടങ്ങിയ അസുഖങ്ങളെ നമ്മൾ തോൽപ്പിച്ചതും അത്തരം യുദ്ധങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത പ്രതിരോധ ശക്തി കൊണ്ട് തന്നെയാണ്. ബാക്ടീരിയകൾക്കെതിരെ അലക്സാണ്ടർ ഫ്ലെമിൻ പെൻസിലിൻ കണ്ടെത്തിയതും മുതൽ മനുഷ്യരാശിയുടെ സന്തത സഹചാരി തന്നെയായിരുന്നു ആന്റിബയോട്ടിക്കുകൾ. എന്നാൽ മനുഷ്യൻ തോൽപ്പിച്ച രോഗാണുക്കൾ ഒരൽപ്പം ശൗര്യത്തോടുകൂടി തിരിച്ചു വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാശിയോട് സമ്പർക്കം പോലും പുലർത്താത്ത പ്രാചീന രോഗാണുക്കൾ തിരിച്ചുവരവനായി ഒരുങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
ആന്ത്രാക്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരിലേക്ക് പടർന്നത് 1979-ലാണ്. അന്ന് മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്കും പടർന്നിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് 2016 സൈബീരിയയിലെ ആൾപ്പാർപ്പില്ലാത്തൊരു സ്ഥലത്ത് 20 ആളുകളിൽ ആന്ത്രാക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അധികം ആൾതാമസമില്ലാത്തതുകൊണ്ട് തന്നെ അത് ആളുകളിലേക്ക് പടർന്നിട്ടുമില്ലായിരുന്നു. എന്നാൽ ഇതിന്റെ ഉറവിടം അന്വേഷിച്ച് പോയവർക്ക് കിട്ടിയത് ഞെട്ടിക്കുന്ന ഒരു വിവരമായിരുന്നു. ഈ ആളുകൾക്ക് ആന്ത്രാക്സ് പടർന്നത് ആന്ത്രാക്സ് ബാധിച്ച് മരിച്ച ഒരു റെയിൻഡിയറിന്റെ ശവശരീരത്തിൽ നിന്നുമായിരുന്നു. എന്നാൽ ആ റെയിൻഡിയർ ആന്ത്രാക്സ് ബാധിച്ച് മരിച്ചത് 75 വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു എന്ന്. അതായത് പറഞ്ഞു വരുന്നത്, ആന്ത്രാക്സ് ബാധിച്ച് 75 വർഷങ്ങൾക്ക് മുമ്പേ മരിച്ച ഒരു റെയിൻഡിയറിൽ നിന്നുമാണ് 2016 20 പേർക്ക് അസുഖം ബാധിച്ചത് എന്ന്. പെർമാഫ്രോസ്റ്റ്, സ്ഥിരതുഷാര മേഖല എന്ന് മലയാളത്തിൽ പറയും. ധ്രുവ പ്രദേശങ്ങൾക്കരികിൽ ഇത്തരം പെർമാഫ്രോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. മണ്ണും മഞ്ഞും പാറയും കൂടിച്ചേർന്ന് ഉറച്ചുപോയ സ്ഥലങ്ങളെയാണ് പെർമാഫ്രോസ്റ്റുകൾ എന്ന് പറയുന്നത്. 75 വർഷങ്ങൾക്ക് മുമ്പ് ആന്ത്രാക്സ് ബാധിച്ച് ചത്തുപോയ ഒരു ധ്രുവക്കലമാന്റെ ശരീരം പെർമാഫ്രോസ്റ്റിലുണ്ടായിരുന്നു. ആഗോളതാപനം കൊണ്ട് ഇത് ഉരുകി തുടങ്ങുകയായിരുന്നു. ഏതാണ്ട് 100 വർഷം വരെ നശിക്കാതെ നിലനിൽക്കാൻ സാധിക്കുന്ന ബസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സ്പോറുകൾ ഇതിലുണ്ടായിരുന്നു. അവ ജലാശയങ്ങളിലേക്കും മണ്ണിലേക്കും പടർന്നു. അതുവഴി മൃഗങ്ങളിലേക്കും അതുവഴി മനുഷ്യരിലേക്കും പടർന്നു അസുഖങ്ങൾ സൃഷ്ടിച്ചു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു മുന്നറിയിപ്പായി കാണേണ്ടതാണ്. ഭൂമിയുടെ ചൂടുകൊണ്ട് പെർമാഫ്രോസ്റ്റുകൾ ഉരുകാറുണ്ട്. ഓരോ വേനലിലും ഏതാണ്ട് 50 സെന്റിമീറ്ററോളമാണ് ഇവ ഉരുകുന്നത്. ആഗോളതാപനം കൊണ്ട് ഇതിന്റെ അളവ് കൂടുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. പെർമാഫ്രോസ്റ്റുകളിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം സ്വയം നശിക്കാതെ ഓരോ ബാക്ടീരിയയ്ക്കും ജീവിക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ പെർമാഫ്രോസ്റ്റുകളും മഞ്ഞുപാളികളും ഉരുകുമ്പോൾ അവയിലെ രോഗാണുക്കൾ പുറത്താകില്ലേ? പെർമാഫ്രോസ്റ്റുകളും മഞ്ഞുപാളികളും മണ്ണിൽ ഉരുകിച്ചേരുമ്പോൾ രോഗാണുക്കൾ അന്തരീക്ഷത്തിൽ സജീവമാകില്ലേ? ഒരു കാലത്ത് വലിയ പകർച്ചവ്യാധികൾ സമ്മാനിച്ച, ഒരു കാലത്ത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും മരണത്തിന് കാരണമായ പല ഭീകര രോഗാണുക്കളും പെർമാഫ്രോസ്റ്റുകൾക്കുള്ളിൽ നശിക്കാതെ ഇരിക്കുന്നുണ്ട് എന്ന് ഐക്സ് മാർഷലിലെ സർവകലാശാലയിലെ പ്രശസ്ത മൈക്രോബയോളജിസ്റ്റായ ഷോൺ മിഷേൽ ക്ലവേരി ഉറപ്പിച്ചു പറയുന്നു തന്റെ പഠനങ്ങളിലൂടെ. അദ്ദേഹം പറയുന്നു, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്ത് ആന്ത്രാക്സ് ബാധിച്ച് ചത്തുപോയ 10 ലക്ഷത്തോളം റെയിൻഡിയറുകളുടെ ശവശരീരങ്ങളും അവയിൽ നിന്നും ആന്ത്രാക്സ് ബാധിച്ച മനുഷ്യരുടെ ശവശരീരങ്ങളും അധികം ആഴത്തിലല്ലാതെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന്. അവയ്ക്ക് മുകളിൽ ഇപ്പോഴുള്ളത് പെർമാഫ്രോസ്റ്റുകളാണ്. അത്തരം പെർമാഫ്രോസ്റ്റുകൾ ഉരുകി തുടങ്ങിയിരിക്കുന്നു എന്നും ഇനി ഭയപ്പെടേണ്ട കാലമാണ് എന്നും ക്ലവേരി പറയുന്നു. ഈ പറഞ്ഞതൊക്കെ ചിലർക്കെങ്കിലും ഒരു തമാശയായി തോന്നുന്നുണ്ടായിരിക്കാം. 2005 ഒരു പരീക്ഷണം നടന്നിരുന്നു. അലാസ്കയിലെ ഒരു ഉറഞ്ഞുപോയ തടാകത്തിൽ നിന്നും ഒരു സാമ്പിൾ എടുക്കുന്നു. ആ സാമ്പിൾ ഉരുകിയതിനു ശേഷം അതിലുണ്ടായിരുന്ന സൂക്ഷ്മജീവികൾ സജീവമാകുന്നത് പരീക്ഷണത്തിലൂടെ കണ്ടു. അത്തരം സൂക്ഷ്മജീവികളെ അവർ വിളിച്ചത് കാർണോബാക്ടീരിയം പ്ലിസ്റ്റോസീനിയം എന്നായിരുന്നു. അതിന് കാരണം ആ സൂക്ഷ്മജീവികൾ ഉണ്ടായിരുന്നത് പ്ലിസ്റ്റോസീൻ കാലഘട്ടത്തിലായിരുന്നു. അതായത് ഏതാണ്ട് 2.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മാമത്തുകളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്ടീരിയകളെയാണ് അവിടെ കണ്ടത് എന്ന്. അങ്ങനെ പരീക്ഷണങ്ങളിലൂടെ 1 ലക്ഷം വർഷങ്ങൾ മുതൽ 8 ലക്ഷം വർഷങ്ങൾ വരെയുള്ള ബാക്ടീരിയകളും 3000 വർഷങ്ങൾക്ക് മുമ്പെയുള്ള വൈറസുകളും സജീവമാകുന്നത് കണ്ടിട്ടുണ്ട്. മഞ്ഞുരുകുമ്പോൾ എല്ലാ ബാക്ടീരിയകളും സജീവമാകും എന്നല്ല, സ്പോറുകൾ നിർമ്മിക്കാൻ സാധിക്കുന്ന എല്ലാ ബാക്ടീരിയകളും സജീവമാകുക തന്നെ ചെയ്യും. ക്ലവേരിയുടെ പഠനങ്ങൾ പ്രകാരം പെർമാഫ്രോസ്റ്റിൽ നിന്നും കണ്ടെത്തിയ 40,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നിയാൻഡർതാൽ മനുഷ്യരുടെ അവശിഷ്ടങ്ങളിൽ വരെ വൈറസുകളുടെ പ്രസൻസ് കണ്ടെത്തിയിട്ടുണ്ട്. രോഗകാരികളായ ഹെർപ്പിസ് പോലുള്ള വൈറസുകളുടെ DNA ശ്രേണികളിലെ ശകലങ്ങൾ ഇവയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപകടകാരികളായതിനാൽ അവയെ പുനർജീവിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ ശ്രമിച്ചിട്ടില്ല. പെർമാഫ്രോസ്റ്റുകളിൽ നിന്നും നശിക്കാതെ ബാക്ടീരിയകൾ പുറത്തുവരുമെന്നത് തർക്കമില്ലാത്ത വിഷയം തന്നെയാണ്. അത് മനുഷ്യനെ ബാധിക്കുമോ ഇല്ലയോ എന്ന ചർച്ചകളിലാണ് പലരും. ഇതിന് നമുക്ക് വ്യക്തമായ തെളിവുകളുമുണ്ട്. ഐസ് ഏജ് ദ മെൽറ്റ്ഡൗൺ എന്ന് പറയുന്ന സിനിമയിൽ തമാശ രൂപേണയാണെങ്കിലും നാം കണ്ടിട്ടുണ്ട് മഞ്ഞുരുകുമ്പോൾ നമ്മെ തേടി വരുന്ന ശത്രുക്കളെ. ഏതാണ്ട് അതുപോലെ തന്നെ അവിശ്വസനീയമാണെങ്കിലും വിശ്വസിച്ചേ പറ്റൂ. ജാഗ്രത വേണമെന്നും ജാഗ്രത വേണ്ട എന്നും പറയുന്ന പല ചർച്ചകളും നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ചർച്ചകൾക്ക് കാരണം ഇത്തരം ബാക്ടീരിയകൾ മനുഷ്യരാശിയെ എങ്ങനെ ബാധിക്കുമെന്ന ഉറപ്പില്ലായ്മ കാരണമാണ്. ആർട്ടിക്കിലും സൈബീരിയയിലുമാണ് ഈ ഒരു വിഷയം സംഭവിച്ചത് എന്നും അത് നമ്മളെ എങ്ങനെ ബാധിക്കുമെന്നും ഒരു മലയാളിയും ചിന്തിക്കാൻ സാധ്യതയില്ല. കാരണം 1 വർഷത്തിന് മുമ്പേ ആയിരുന്നുവെങ്കിൽ നാം ചിലപ്പോൾ ചിന്തിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ
നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമോ? ഈ പറഞ്ഞതൊക്കെ പ്രകൃതി നമുക്ക് നേരിട്ട് തരാൻ ഉദ്ദേശിക്കുന്ന അസുഖങ്ങളാണ്. കൊറോണ പോലെ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന അസുഖങ്ങൾ. ഇവയിൽ പലതും നമുക്ക് വന്നു പോയവയാണ്. അവയുടെ വാക്സിനുകളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. വന്നു പോയവർ അതുപോലെ തന്നെയാണ് വീണ്ടും വരുന്നത് എങ്കിൽ നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. എന്നാൽ ചില വ്യത്യസ്തതകളോടുകൂടിയാണ് വരുന്നത് എങ്കിൽ നാം ഭയപ്പെടേണ്ടി വരും. എന്നാൽ അതിനേക്കാൾ കൂടുതൽ നാം ഭയപ്പെടേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. രാജ്യങ്ങൾക്കെതിരെ പല രാജ്യങ്ങളും 500-ൽ പരം ജൈവായുധങ്ങളും രാസായുധങ്ങളും എടുത്തു വച്ചിട്ടുണ്ട്. അവയോടൊപ്പം ആന്ത്രാക്സ് പോലുള്ള മനുഷ്യരാശിയെ നിമിഷങ്ങൾ കൊണ്ടില്ലാതാക്കാൻ സാധിക്കുന്ന വൈറസുകളുമുണ്ട്. അവയെ ബാലിസ്റ്റിക് മിസൈലുകളിലൂടെ രാജ്യങ്ങളിലേക്ക് വർഷിക്കാൻ കാത്തിരിക്കുന്ന മനുഷ്യത്വമില്ലാത്ത പല മരമണ്ടന്മാരും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട്